പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകാഗ്നി ശുശ്രൂഷയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് 2025 ഡിസംബർ മാസം അവസാനത്തെ ഞായറാഴ്ച. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രത്യേകം കർത്താവിന് നന്ദി പറയാം. ഒപ്പം ഈ ഒരു വർഷക്കാലം അഭിഷേകാഗ്നിയിലൂടെ നമ്മളോട് സംസാരിച്ച നമ്മുടെ പ്രിയപ്പെട്ട സേവർക്കാൻ വട്ടായിലച്ചൻ, ബിനോയ് കരിമരുന്നിലച്ചൻ, സോജി ഓലിക്കിലച്ചൻ, ഇവരെല്ലാം നമുക്ക് ഓർക്കാം. അവരിലൂടെ നാം ശ്രവിച്ച വചനങ്ങൾ നമുക്കൊത്തിരി അനുഗ്രഹമായി. കർത്താവ് അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അച്ഛന്മാരിലേക്ക് ശക്തമായ പരിശുദ്ധാത്മൻ്റെ അഭിഷേകം നിറയുന്നതിനും അവരുടെ തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവാത്മാവിൻ്റെ ആ ഒരു കൃപ വ്യാപരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ അച്ഛന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളും അവരുടെ വിശുദ്ധ കുർബാനകളും അവരുടെ പ്രാർത്ഥനകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിന് നാനാഭാഗങ്ങളിലിരുന്ന് അഭിഷേകാഗ്നി കൂടുന്ന എല്ലാ പ്രേക്ഷകരും ഈ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇനി ഈ വർഷം പൂർത്തിയായി 2026 വർഷം നിങ്ങൾക്ക് അനുഗ്രഹമുള്ള വർഷമായി മാറട്ടെ. എല്ലാ കൃപകളും അഭിഷേകവും പരിശുദ്ധാത്മൻ്റെ അഭിഷേകവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് ആദ്യം തന്നെ ഒരു സാക്ഷി കേൾക്കാം. അതിനുശേഷം പ്രാർത്ഥിച്ച് നമ്മൾ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കും. എൻ്റെ പേര് ചിഞ്ചു. ഞാൻ ബാംഗ്ലൂർ സെയിൻറ്റ് അൽഫോൻസ ഫോറനർ ചർച്ച് സുൽത്താൻപാള ഇടവകാംഗമാണ്. എൻ്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോക്ക് ഇപ്പം ഡിസംബറിൽ 3 years ആവും. കൊച്ച് പിടിച്ച് നടക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് കൊച്ച് എക്സ്ട്രീം ടോസിലാണ് വാക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ കരുതി കാല് തന്നെ താഴെ വെക്കുമായിരിക്കും എന്ന് കരുതി. പക്ഷേ കൊച്ച് 2-3 മാസമായിട്ടും ഒട്ടും കാല് താഴെ വെക്കുന്നേ ഇല്ല. എക്സ്ട്രീം ടോസിലാണ്, ഇങ്ങനെ നിൽക്കത്തുള്ളൂ കൊച്ചിൻ്റെ കാല്. രണ്ട് കാലും കൊച്ച് ഇങ്ങനെ അങ്ങനെ ടോസിലാണ് നടക്കുന്നത്. കാല് താഴെ വെച്ച് നടക്കത്തതേ ഇല്ല, എക്സ്ട്രീം ടോസിലേ നിൽക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ ബാംഗ്ലൂരുള്ള എല്ലാ ഓർത്തോ ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പം അവർ പറഞ്ഞു ഇത് നോർമൽ അല്ല, കൊച്ചിൻ്റെ കാഫ് മസിൽസ് ഭയങ്കര ടൈറ്റാണ്. കാഫ് മസിൽസ് ഭയങ്കര ടൈറ്റാണ്. അപ്പം അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് അവർ 3 പ്രോസസ്സുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഫിസിയോതെറാപ്പി ചെയ്ത് നോക്കും. അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് കാല് 3 to 4 weeks വെക്കും. അതും ശരിയായില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ സർജറി. അപ്പം ഞങ്ങൾ ഫസ്റ്റ് 2 ഓപ്ഷൻസും ട്രൈ ചെയ്തു. പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതൽ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. കാരണം കൊച്ചു ഭയങ്കര കരച്ചിലും പിന്നെ കൊച്ചു കാലിൽ വേറെ ആരെയും തൊടിക്കാതൊക്കെയായി. അപ്പം ഞങ്ങൾ ഈ 2 പ്രോസസ്സും നിർത്തി. ലാസ്റ്റ് ഓപ്ഷൻ ഡോക്ടർ പറഞ്ഞു 2 years കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇയർ നവംബറിൽ അട്ടപ്പാടിയിൽ വന്നായിരുന്നു. വന്നപ്പോൾ ഞങ്ങൾ സാംസൺ അച്ഛനെ കണ്ടു. സാംസൺ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് വെഞ്ചരിച്ച് എണ്ണ തന്നിട്ട് ഇത് കാലിൽ തേച്ച് പ്രാർത്ഥിച്ചാൽ മതി, കൊച്ച് സർജറി ഇല്ലാണ്ട് തന്നെ നടന്നോളും എന്ന് പറഞ്ഞു. അതിനുശേഷം കൗൺസിലിംഗ് ഞങ്ങൾ ബെനറ്റാമയുടെ അടുത്താണ് പോയത്. ബെനറ്റാമ പറഞ്ഞു 33 ദിവസം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന ചൊല്ല്, അതിനുള്ളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുരുക്കഴിക്കുന്ന നൊവേന സ്റ്റാർട്ട് ചെയ്തു. 33 ദിവസം ആവുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം തന്നെ ഡിസംബർ 1 ഒരു ഞായറാഴ്ചയായിരുന്നു. അഭിഷേകാഗ്നി കണ്ടു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ഫാമിലി പ്രേയറിന് ഇരുന്നപ്പം ഞങ്ങൾ കുഞ്ഞിനോട് പറഞ്ഞു മോളെ കാല് താത്തിയിടാൻ. ഞങ്ങൾ എല്ലാ വട്ടവും പറയുന്നതാണ് കുഞ്ഞപ്പം ഒന്ന് ശ്രദ്ധിക്കാതെ നടക്കും. പക്ഷെ അന്ന് പറഞ്ഞ ഉടനെ കൊച്ചു പെട്ടെന്ന് കാല് താഴോട്ട് വെച്ചു. അന്ന് മുതൽ കൊച്ച് നടക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, എന്ത് വലിയൊരു അത്ഭുതമാണിത് അല്ലേ ഈശോയെ. കൊച്ചു നടന്നോ, കൊച്ചു നടന്നോക്കോ, കൈയടിച്ച് കർത്താവിൻ്റെ മഹത്വപ്പെടുക.
ഈശോയെ, കർത്താവേ, ഈശോയെ, കർത്താവിൻ്റെ വലിയ അനുഗ്രഹമാണ്. കരയണ്ട കേട്ടോ. ഈശോയെ, സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ശരിക്കും അഭയസങ്കേതം തന്നെ അല്ലേ? ഫെബ്രുവരി 12 തളർന്ന കൈകളെയും ബലമില്ലാത്ത കാൽമുട്ടിനെ ശക്തിപ്പെടുത്തൽ മുടന്തന്മാർ നടക്കും. ഈ പറയുന്ന പാലിസന്റെ പരിസരം യേശു ജീവിച്ചപ്പോൾ നടന്നപ്പോൾ എല്ലാ അത്ഭുതം ഇപ്പോൾ സംഭവിക്കല്ലേ? നോക്കിയേ, അവർ ബാക്കി 2 ഓപ്ഷനിൽ പരാജയപ്പെട്ടു. ഇനി 3ാമത്തെ ഓപ്ഷനാണ്. അത് സ്ഥിതി എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ വന്നു. ഇവിടെ നമ്മൾ സാംസസിനെ കണ്ട് പ്രാർത്ഥിച്ചു, ബെൻറ്റാമ്മയെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ പറഞ്ഞ് എന്താ പ്രാർത്ഥിക്കാം? ഒന്ന് വെഞ്ചിരിച്ച എണ്ണ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം. സാംസലച്ചൻ പറഞ്ഞു അതാണ് ഇവിടെ വെഞ്ചിരിച്ച എണ്ണ അങ്ങനെ കൊടുത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. റോഹ മൗണ്ടിൽ ചെന്നാൽ അവിടെ നിങ്ങൾക്ക് വെഞ്ചിരിച്ച എണ്ണ കിട്ടും പ്രാർത്ഥിക്കാനായിട്ട്. അത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ബെൻറ്റാ പറഞ്ഞു കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലാൻ പറഞ്ഞു. ഇവരതുപോലെ ചെല്ലി. അതാണ് കർത്താവിൻ്റെ ദാസന്മാരെ നിങ്ങൾ വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ശുഭമായിരിക്കും എന്ന് പറഞ്ഞു വചനത്തിൻ്റെ അർത്ഥം. പിന്നെ ആ കൃപയെ നിലനിൽക്കാനുള്ള മാർഗ്ഗമാണ് അഭിഷേകാന്തി ശുശ്രൂഷ സംബന്ധിക്കുക. സെഹിയോൻ്റെ ശുശ്രൂഷ നിലനിൽക്കാനുള്ള മാർഗ്ഗമാണ് അഭിഷേകം. അത് കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ഇടപെടൽ അങ്ങോട്ട് വന്ന്, എന്നിട്ട് ഇവർ സാധാരണ പറയാറുള്ളത് പോലെ അങ്ങ് പറഞ്ഞു അല്ലേ? പറഞ്ഞപ്പോൾ കൊച്ചു താഴേക്ക് ചാടി ഇറങ്ങി അങ്ങനെയൊക്കെ നടന്നു അല്ലേ? സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ നന്നായിട്ട് ഉയർത്തി ഉയർത്തി വീശി കൈ പ്രാർത്ഥിക്കാണെന്ന് കർത്താവ് അറിയുമാറ് കൈയടിച്ച് കർത്താവിനെ വാഗ്ദത്തപ്പെടുത്തട്ടെ. കാണുന്നു 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 ചെകിടന്മാർ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കുന്നു. അന്ധന്മാർ കാണുന്നു 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 ചെകിടന്മാർ കേൾക്കുന്നു കേൾക്കുന്നു കേൾക്കുന്നു. ഇന്നേ വരെ ഈ ലോകത്തിൽ കേട്ടുകേളിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. ഇന്നേ വരെ ഈ ലോകത്തിൽ കേട്ടുകേളിയില്ലാത്ത അതിശയവും ബലവും കാണുന്നു. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേൽക്കാം. എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിലേക്ക്, ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. സ്തുതി ആരാധന കർത്താവിന് പ്രീതികരമാണ്. കുടുംബത്തിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഇത് 2025 അനുഗ്രഹത്തിന്റെ മണിക്കൂർ. 2 കരങ്ങൾ ഉയർത്തി പിടിക്കുക. 2 കരങ്ങൾ ഉയർത്തി ദൈവജനം ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല കെട്ടുകൾ വഴിയും സകല ബോധങ്ങൾ ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും കരമടിച്ച് എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിനും സ്തുതിക്കാം. കരങ്ങളടിച്ച് കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിനും സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിനും സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിനും സ്തുതിക്കാം. കരങ്ങൾ താഴ്ത്തി ഇടത്തോട്ട് മറ്റോട്ട് കരങ്ങളടിച്ച് സന്തോഷിച്ച് പാടി ആരാധിക്കുക. പോരാ, അഭിഷേകത്തോടെ പാടത്തെ. ഈ എളിയവൻ വിളിച്ചു, കർത്താവ് കേട്ടു, കഷ്ടതകളകറ്റിക്കുന്നു. ചേർന്ന് പാടാം. ഈ എളിയവൻ വിളിച്ചു, കർത്താവ് കേട്ടു, കഷ്ടതകളകറ്റിക്കുന്നു. പാപമെല്ലാം ഏറ്റു, രോഗമെല്ലാം നീക്കി, ഞാനെത്ര ഭാഗ്യവാനായി. പാപമെല്ലാം ഏറ്റു, രോഗമെല്ലാം നീക്കി, ഞാനെത്ര ഭാഗ്യവാനായി. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിനും സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ
എപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിലും സ്തുതിക്കാം. കർത്താവിനെ സ്തുതിക്കാം, നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിലും സ്തുതിക്കാം. ഇപ്പോഴും സ്തുതിക്കാം, എപ്പോഴും സ്തുതിക്കാം, എല്ലാറ്റിലും സ്തുതിക്കാം. ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല 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 ഹല. പൈശാചിക ശക്തികളുടെ ശക്തികൾ ആധിപത്യങ്ങൾ നീങ്ങട്ടെ, ശക്തികൾ കൂടുതൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. കരങ്ങൾ കൂപ്പി ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ നിയോഗങ്ങളും, നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി ഇരിക്കാം, വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ നാം ചിന്തിക്കുന്ന വിഷയം തേടി വരുന്ന കർത്താവ്. തേടി വരുന്ന കർത്താവ് അല്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഒരു ദൈവം. ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് പല സംഭവങ്ങൾ വെളിപ്പെടുത്തി തന്നു. എന്നാൽ ഞാൻ 1-2 സംഭവങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മളൊരു സംഭവം കാണും. നട്ടുച്ച നേരത്ത് ഈശോ ഇതാ ഒരു കിണറ്റിൻകരയിൽ ആരെയോ പ്രതീക്ഷിച്ച് കാത്തിരിക്കുക. ആ വഴിയിലൂടെ അനേകർ കടന്നുപോയി. ഈശോ അവരൊന്നും മൈൻഡ് ചെയ്തില്ല. അപ്പോൾ ഇതാ ഉച്ച സമയത്ത് ഒരു പെൺകുട്ടി ഒരു കുടവുമായി ആ കിണറ്റിൻകരയിലേക്ക് വരിക. കിണറ്റിൻകരയിലേക്ക് വരുന്ന ആ യുവതിയോട് ഈശോ സംസാരിക്കും. അവളുടെ ജീവിതത്തിലെ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി. അവൾ നടന്നുകൊണ്ടിരുന്ന വഴി ശരിയല്ല എന്ന് ഈശോ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ആ മനുഷ്യൻ നിസാരക്കാരനല്ല എന്ന് മനസ്സിലാക്കിയ അവൾ യേശു ക്രിസ്തുവിൽ ഒരു ദൈവികത കണ്ട് അവൾ എന്ത് ചെയ്തു? അവളുടെ കയ്യിലിരുന്ന കുടം താഴെ വെച്ചു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ 28-ാമത്തെ ലിഖിതം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 28. ആ സ്ത്രീയാകട്ടെ കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു. അവൾ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയി. എന്നിട്ട് പറയാണ്, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറഞ്ഞ ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. നിങ്ങളും പോയി അവനെ കാണുവിൻ, നിങ്ങളും രക്ഷ പ്രാപിക്കുവിൻ. അവളുടെ വാക്കുകൾ കേട്ട് ജനം കൂട്ടം കൂട്ടമായി ഈശോയുടെ അടുക്കിലേക്ക് വരിക. യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 29-30 ലിഖിതങ്ങൾ. ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു. ഇവൻ തന്നെയായിരിക്കുമോ ക്രിസ്തു? ക്രിസ്തുവിനെ കണ്ടു എന്ന് ആ സ്ത്രീ വെളിപ്പെടുത്തിയപ്പോൾ അവർ ചോദിക്കും, ഇവൻ തന്നെ ക്രിസ്തു? കാരണം അവളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഒരു വ്യക്തിയെ തേടി കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയാ? അവനെ നേടാൻ, അവളെ നേടാൻ. കാരണം പാപത്തിലും മ്ലേച്ഛതയിലും അശുദ്ധിയിലും തകർന്ന് ജീവിച്ചു കൊണ്ടിരുന്ന ആ സ്ത്രീയെ ഈശോ സ്വന്തമാക്കി. അതിനു വേണ്ടി മാത്രമാണ് ഈശോ
ആ നട്ടുച്ച നേരത്ത് ആ കിണറ്റിൻകരയിൽ കുത്തിയിരുന്നത്. വെയില് ഈശോയ്ക്ക് പ്രശ്നമല്ല, ചൂട് ഈശോയെ തളർത്തിയില്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ ആത്മാവിന് വേണ്ടി മണിക്കൂറുകളോളം കാത്തിരിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേ സംഭവം തന്നെ ബൈബിളിൽ നാം മറ്റൊരു സ്ഥലത്ത് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ അവിടെ ധനികനായ ഒരു ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ്റെ പേരാണ് സക്കേവൂസ്. അവൻ അന്യായമായി പണം സമ്പാദിച്ചു. അനേകരുടെ സമ്പത്തിൽ പണപ്പെട്ടിയിൽ അവൻ കൈയിട്ട് വാരി. അവൻ അനീതി പ്രവർത്തിച്ചും നീതിരഹിതമായി ജീവിച്ചും അവൻ ധാരാളം സ്വത്തിനുടമയായി. അങ്ങനെ അഹങ്കാരത്തോടുകൂടെ ജീവിക്കുന്ന അവൻ യേശുവിനെ കുറിച്ച് അറിയുകയാണ്. യേശുവിനെ ഒന്ന് കാണണം എന്നവൻ ആഗ്രഹിച്ചു. രഹസ്യത്തിൽ കാണാൻ വേണ്ടി മരത്തിൽ കയറിയിരിക്കുന്നത് നേരത്തെ യേശു മനസ്സിലാക്കിയിട്ട് അവൻ ഇരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിലൂടെ ഉള്ള വഴിയിലൂടെ ഈശോ കടന്നു വരിക. ഈശോയെ രഹസ്യത്തിൽ കാണാനിരുന്ന ഈ മനുഷ്യൻ്റെ അടുത്ത് ആ മരത്തിന് തൊട്ട് താഴെ എത്തുമ്പോൾ ഈശോ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കേവൂസ് ഇറങ്ങി വരിക. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നോക്ക്, കർത്താവ് ഒരു ആത്മാവിനെ നേടാൻ വേണ്ടി നടന്ന വഴികൾ. അവന് ക്ഷീണമില്ല, മടുപ്പില്ല. എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ സക്കേവൂസ് മരത്തിൽ നിന്ന് തിടുക്കത്തിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു വചനം പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 6-ാമത്തെ തിരുലിഖിതം. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മുടെ ഹൃദയമാകുന്ന വാതിൽക്കൽ മുട്ടുകയാണ്. നിന്റെ പാപമാകുന്ന കുടം, നിന്റെ അശുദ്ധിയാകുന്ന കുടങ്ങൾ, നിന്റെ അനീതി പ്രവൃത്തികൾ, ദൈവകൽപ്പനയുടെ ലംഘനങ്ങൾ, ഇവയൊക്കെ എനിക്ക് അറിയാം. എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എൻ്റെ അടുക്കലേക്ക് വരിക എന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ കർത്താവിന് സ്നേഹം നുകരാൻ നമുക്ക് പറ്റും. സമരിയാക്കാരി സ്ത്രീ, അവൾ കുടം താഴെ വെച്ചു. സക്കേവൂസ് തൻ്റെ ജീവിതത്തിലെ സകല പാപങ്ങളും ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം പറയുമ്പോൾ അച്ഛൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഇത് പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ ഫേസ്ബുക്കിലോ മറ്റ് മീഡിയയിലോ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മനുഷ്യൻ ഇന്നും ജീവിച്ചിരിക്കുന്നൊരു മനുഷ്യനാണ്. 2022 ജൂലൈ 4 റയാൻ സിഗ്ലർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്, യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക. ഈ വീഡിയോ കണ്ട നിമിഷം തന്നെ 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്നലെ വരെയും നീ സംസാരിച്ചു കൊണ്ടിരുന്നത് സാത്താനാണ് നമ്മളെ രക്ഷിക്കുന്നത്, സാത്താനാണ് എല്ലാം, സാത്താൻ ആരാധിക്കുക, അങ്ങനെ സാത്താനെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങളായിരുന്നല്ലോ നീ ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട് പെട്ടെന്ന് നീ ചേഞ്ച് ആയത്? എന്തുകൊണ്ട് പെട്ടെന്ന് നീ യേശുവിനെ ആരാധിക്കണം പറഞ്ഞത് എന്തുകൊണ്ട്? അപ്പോൾ ഈ മനുഷ്യൻ പറയാണ്, ഞാൻ 20 വർഷമായിട്ട് യേശുവിൽ വിശ്വസിക്കുകയും യേശുവിനെ ആരാധിക്കുകയും ഈശോയുടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തകർച്ചകൾ, ജീവിതത്തിൽ ഞെരുക്കങ്ങൾ, പല വിധത്തിൽ ക്ലേശങ്ങൾ, ദുരിതങ്ങളെല്ലാം എന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു എനിക്ക് സഹനവും വേദനയായി തരുന്നത്, അതുകൊണ്ട് ഞാൻ ഈ വിശ്വാസം ഉപേക്ഷിച്ചു. അങ്ങനെ ഇപ്പോൾ 4 വർഷമായിട്ട് ഞാൻ സാത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 വർഷമായിട്ട് സാത്താനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ സാത്താൻ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനേകം സാത്താൻ വർഷിപ്പേഴ്സിനെ കണ്ടിട്ടുണ്ട്. 10,000-കണക്കിന് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ പലരോടും ഞാൻ സംസാരിച്ചു. അവരെല്ലാം സാത്താനെ ആരാധിക്കാൻ കടന്നു വന്നതിൻ്റെ ഒരേ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ജീവിതത്തിലെ തകർച്ചകൾ, അവരുടെ ജീവിതത്തിലെ
പല വിധത്തിൽ തകർച്ചകളും ഞെരുക്കങ്ങളും ബലഹീനതകളും അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ വരും. അവർ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ ആരാധിക്കുകയാണ്. എന്നാൽ ഈ 4 വർഷക്കാലം സാത്താനെ ആരാധിച്ചപ്പോഴും പൂജിച്ചപ്പോഴും എനിക്ക് ഒരു കൃപയോ ഒരു അനുഗ്രഹമോ കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ പാപവും മ്ലേച്ഛതയും അശുദ്ധിയും പെരുകയല്ലാതെ, നിരാശയും ദുഃഖവും പെരുകയല്ലാതെ സാത്താൻ എനിക്കൊന്നും ചെയ്തില്ല. വീണ്ടും വീണ്ടും ഞാൻ തകർച്ചയിലേക്ക് പോവുക. എന്നിട്ട് ഞാൻ സാത്താനെ ആരാധിക്കുന്ന ജനങ്ങളെ പഠിപ്പിച്ചു. അങ്ങനെ ഈ തകർച്ചയിലൂടെ കടന്നു വന്ന് സാത്താനെ ആരാധിക്കുന്നവരെല്ലാം തകർച്ചയിലേക്ക് കടന്നു പോകുന്നത് ഞാൻ കണ്ടത്. എന്നിട്ടും സാത്താൻ എന്നെ മുറുകെ പിടിച്ചു. അവൻ്റെ രാജ്യം വ്യാപിപ്പിക്കാൻ വേണ്ടി ഞാൻ രാജ്യങ്ങളും ദേശങ്ങളും ചുറ്റി നടന്ന് അവനെ പ്രഘോഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ ഒരു റേഡിയോയിലേക്ക് ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. സാത്താനെ കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പോയത്. ആ ഇൻ്റർവ്യൂവിൽ സാത്താനെ കുറിച്ച് പറയണം. അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഒരു സ്ത്രീയെ അവിടെ വെച്ച് പരിചയപ്പെട്ടു. ആ സ്ത്രീ പറഞ്ഞു, നീ പറയുന്ന സാത്താൻ അത് നിന്നെ നശിപ്പിക്കും. യേശു ക്രിസ്തുവാണ് ദൈവം. ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ എനിക്ക് യേശു ഒരു അനുഭവം തരട്ടെ. ഇത്രയും നാൾ ഞാൻ കുറേ നാൾ യേശുവിനെ ആരാധിച്ചതാ. എനിക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സമാധാനം കിട്ടുന്നത് സാത്താൻ ആരാധിച്ചു. എനിക്ക് സാത്താൻ മതി. അപ്പോൾ ആ പെൺകുട്ടി, ആ സ്ത്രീ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഈശോ നിന്നെ സ്നേഹിക്കുന്നു. പൊടുന്നനെ അവൻ്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു ശക്തി പാസ് ചെയ്യുന്ന പോലെ തോന്നി. അവന് വലിയൊരു ആനന്ദത്തിലേക്ക് നീങ്ങി. പക്ഷേ അവനതൊന്നും മൈൻഡ് ചെയ്തില്ല. അവൻ തിരിച്ചു ചെന്നിട്ട് സാത്താൻ്റെ ശക്തി വീണ്ടും ഉണ്ടാകാൻ വേണ്ടി, അവന് ഒരു എക്സ്ട്രാ പവർ കിട്ടാൻ വേണ്ടി ഒരു സാത്താൻ ആരാധന, ഒരു പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊടുന്നനെ ഈശോ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഈശോ ഈ റയാൻ സിഗ്ലറിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഞാനാണ് ദൈവം, ഞാൻ യേശു ക്രിസ്തുവാണ് നിന്റെ ദൈവം. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നീ ദൈവമാണെങ്കിൽ എനിക്ക് നിന്റെ ഒരു അടയാളം, ഒരു സ്നേഹം എനിക്കിപ്പോൾ പകർന്നു തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പറഞ്ഞ നിമിഷം തന്നെ ഈശോയുടെ ഉള്ളിൽ നിന്ന് അവനിലേക്കൊരു ശക്തി പുറപ്പെട്ടു, ഒരു സ്നേഹത്തിൻ്റെ ഒരു അഭിഷേകം. അവൻ എന്തെന്നില്ലാത്തൊരു അനുഭൂതിയിലേക്ക് ഇങ്ങനെ ഉയരുകയാണ്. അങ്ങനെ ഒരു വലിയ സ്നേഹം വായുവിൽ നിന്ന് ഉയർന്നു പോകുന്ന പോലെ ഒരു അനുഭവം. അങ്ങനെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ എന്തെന്നില്ലാത്ത ആനന്ദത്തിൽ മുഴുകി. അവൻ കണ്ണുകൾ പൊട്ടിക്കരഞ്ഞു. അവൻ കരഞ്ഞ് മുട്ടുകൊത്തി കർത്താവിൻ്റെ പാദത്തിലേക്ക് വീണു. അവൻ എഴുന്നേറ്റ് പറഞ്ഞു, യേശു ക്രിസ്തുവാണ് ദൈവം. ഇന്ന് ഞാൻ ആ ദൈവത്തെ കണ്ടു. സാത്താനല്ല, യേശുവാണ് ദൈവം. അതുകൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞ ദൈവത്തെയാണ് ഞാൻ വീഡിയോയിലൂടെ പോസ്റ്റ് ചെയ്തത്. ഞാൻ യേശു ക്രിസ്തുവിനെ തള്ളി പറഞ്ഞ നിമിഷം സാത്താൻ എനിക്ക് തകർച്ചയല്ലാതെ, വേദനയല്ലാതെ, സങ്കടമല്ലാതെ ഒന്നും തന്നില്ല. എന്നാൽ ഇന്ന് വലിയ ആനന്ദത്തിലാണ്. ഈശോ അനുഭവത്തിലേക്ക്, യേശു അനുഭവത്തിലേക്ക് ഞാൻ കടന്നു വന്നു. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൽ 12-ാമത്തെ ലിഖിതം. 1 യോഹന്നാൻ 5-ാം അധ്യായം 12. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവത്തിനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ തകർച്ചയിലാണെങ്കിൽ, ഞെരുക്കത്തിലാണെങ്കിൽ, വേദനയിലാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാനോ യേശു ക്രിസ്തുവിന് സ്നേഹം അനുഭവിക്കാനോ പറ്റിയിട്ടില്ല. യേശു ക്രിസ്തുവിന് സ്നേഹം അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഒരിക്കലും അവൻ്റെ വഴിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അവൻ്റെ വഴിയിലൂടെ തന്നെ പോകുകയുള്ളൂ. ജോബിൻ്റെ പുസ്തകത്തിൽ 42-ാം അധ്യായം 5-ാമത്തെ ലിഖിതം. ജോബിൻ്റെ പുസ്തകം 42:5. അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിനെ നമുക്ക് കാണാൻ കഴിയണം. നമ്മുടെ കണ്ണുകൾ കർത്താവിനെ ദർശിക്കണം. അങ്ങനെ കർത്താവിനെ കാണുമ്പോൾ അവൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറയ്ക്കും. ഇന്ന് പലരും ദൈവത്തെ പഴിക്കുന്നവരാണ്. എനിക്ക് തകർച്ചകൾ, എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല, എല്ലാം തകർന്ന അവസ്ഥ, കടബാധിത, ഞെരുക്കങ്ങൾ, രോഗങ്ങൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ഇതെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഞെരുക്കങ്ങൾ വരും. അപ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് പലതിൻ്റെ പിന്നാലെയോ അന്യദേവൻ്റെ പിന്നാലെയോ പോകരുത്. രക്ഷകനായ ദൈവത്തെ ഉപേക്ഷിക്കരുത്. നിങ്ങളെ കണ്ണുനീരും വേദനയും കാണാത്ത ഒരു ദൈവമല്ല നമ്മുടേത്. എല്ലാം അറിയുന്നവനാണ് ദൈവം. യേശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായം 5-ാമത്തെ ലിഖിതം. യേശയ്യാ പ്രവചനം 6:5. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും
അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവ്, ആ ദൈവത്തെ നീ കണ്ണുകൾ കൊണ്ട് കാണും. ഈ രാത്രിയിൽ കർത്താവിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാനും ആ സ്നേഹത്തിലേക്ക് വളരാനും ഇന്ന് ഈശോ നിങ്ങളെ സഹായിക്കും. ഈ 2025 വർഷം മുഴുവൻ ഈശോ നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയും. എത്രയോ അനുഗ്രഹങ്ങൾ കർത്താവ് നമുക്ക് നൽകി. നമുക്ക് ഇന്ന് തുറന്നുള്ള ആരാധന സമയത്ത് ഈശോയെ ഉൾക്കണ്ണുകൾ കൊണ്ട് കാണാനും ആ സ്നേഹം അനുഭവിക്കാനും സാധിക്കട്ടെ. ആരാധനയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് ഈ ആരാധനയിലൂടെ നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കേട്ട വചനങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയാം. ഇതാ കർത്താവ് നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 2025 വർഷം മുഴുവൻ കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. എന്തെങ്കിലും സങ്കടങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഈശോയെ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ കരുണ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും സാധിച്ച് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ചിലപ്പോൾ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടാത്തപ്പോൾ നെഗറ്റീവ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പോലും ഈശോയ്ക്കെതിരായോ ഇവിടുത്തെ വചനത്തിനെതിരായോ സംസാരിക്കാൻ എൻ്റെ നാവ് പൊങ്ങാതിരിക്കാൻ കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധിക്കാനും സ്തുതിക്കാനും അങ്ങനെ സാത്താൻ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സകല ബന്ധനങ്ങളും കെട്ടുകളയട്ടെ. ഏതെങ്കിലും വിധത്തിൽ ദൈവനിഷേധ പ്രവൃത്തികളോ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളോ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിത ഇന്ന് വലിയ വിടുതൽ നൽകുകയാണ്. കണ്ണുകളോടെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ ഈശോയെ എല്ലാ സാത്താന പ്രവൃത്തികളും, എല്ലാ അന്ധകാര പീഡകളും, രോഗങ്ങളായിട്ട്, പീഡകളായിട്ട്, തകർച്ചകളായിട്ട്, അന്ധകാരങ്ങളായിട്ട്, അതുപോലെ കർത്താവെ മദ്യപാനവും പുകവലിയോ ചീട്ടുകളിയോ ലഹരി വസ്ത്ര അടിമത്തങ്ങൾ, ഡൈവേഴ്സ്, അതുപോലെ കുടുംബത്തിൽ കലകം, ഭിന്നത, ഇങ്ങനെ സാത്താന്റെ ശക്തികൾ കടന്നു വന്ന് ഞങ്ങളെ പരാജയപ്പെടുന്ന എല്ലാ ശക്തികളും ഈ രാത്രി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 9:9 ശക്തി കൊടുത്ത് ഇപ്പോൾ ദാസനോട് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സകല ബന്ധനങ്ങൾ അണിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വരം ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ വിടുതൽ. രാജാവേ വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.